വേനൽ കനത്തതോടെ ക്ഷീരമേഖലയും കടുത്ത പ്രതിസന്ധിയിലാണ്. താപനില ഉയർന്നതോടെ പാലുൽപാദനത്തിലെ കുറവ് കൂടിയ പരിപാലന ചെലവും ക്ഷീര കർഷകരെ പൊള്ളിക്കുകയാണ്. വേനൽ കൂടുന്നതോടെ സാധാരണ ലഭിക്കുന്നതിൽ നിന്നും പകുതിയോളം പാൽ മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്നും കർഷകർ പറയുന്നു. മാത്രമല്ല, തീറ്റപ്പുല്ലിന്റെ ക്ഷാമവും പരിപാലനവും കർഷകരെ ബാധിക്കുന്നുണ്ട്. ഉൽപാദനം കുറവായതോടെ കർഷകരുടെ വരുമാനവും നേർപകുതിയായി. പാലുൽപാദനത്തിലെ കുറവ് ജില്ലയിലെ ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളെയും സാരമായി ബാധിച്ചു. പല സൊസൈറ്റികളിലും ലഭിക്കുന്ന പാലിൽ ഗണ്യമായ കുറവാണുള്ളത്. നിലവിൽ പച്ചപ്പുല്ല് വേണ്ടത്ര ലഭിക്കാത്തതും കൃഷി ചെയ്തിരുന്ന തീറ്റപ്പുല്ല് കരിഞ്ഞുണങ്ങിയതും തിരിച്ചടിയായി. ചൂട് കൂടുന്നതിനാൽ തീറ്റ കഴിക്കാനും പശുക്കൾ മടിക്കുന്നു. മതിയായ തീറ്റ കഴിക്കാത്തതാണ് പാലുൽപാദനത്തിൽ കുറവുണ്ടാകുന്നത്. കടുത്ത വേനൽ ചൂടിൽ കറവ പശുക്കൾ തളർന്നു വീഴുന്നതിനാൽ തൊടിയിലും വയലിലും കാലികളെ കെട്ടാൻ കർഷകർ ഭയക്കുന്നു. അതുകൊണ്ട് തന്നെ കാലികൾ സദാസമയവും തൊഴുത്തിൽ തന്നെയാണ്. പലരും വൈകിട്ട് മാത്രമാണ് അഴിച്ചുകെട്ടുന്നത്. തൊഴുത്തിൽ ഫാനും ചൂട് കുറയാൻ നനഞ്ഞ ചാണച്ചാക്കുകളും പച്ച തെങ്ങോലകളും ഇട്ടാണ് പശുക്കളെ പരിപാലിക്കുന്നത്. പശുക്കൾക്ക് കുടിക്കാനും കുളിക്കാനും ദിവസം 100 ലിറ്റർ വെള്ളമെങ്കിലും ആവശ്യമായി വരും. പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായതും കർഷകരെ വലയ്ക്കുന്നു. കാലിത്തീറ്റ പുല്ല് വിലയും വർദ്ധിച്ചു. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 60-65 രൂപയോളമാണ് ചെലവ്. എന്നാൽ കർഷകർക്ക് ലഭിക്കുന്നത് 50 രൂപയോ അതിൽ താഴെയോ മാത്രം. സൊസൈറ്റികളിൽ നിന്നും വാങ്ങുന്ന പാലിന് ലിറ്ററിന് 60 രൂപയാണ് വില. കർഷകർ നൽകുന്ന പാലിന്റെ വില വർദ്ധിപ്പിച്ചാൽ മാത്രമേ ഈ മേഖലയിൽ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ. ഉൽപാദന ചെലവിന് അനുസരിച്ച് വില ലഭിക്കാത്തതുകൊണ്ട് പുതുതായി ആരും ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ലെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.